ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ ഖേദ ജില്ലയിലുള്ള ആനന്ദ് താലൂക്കിലെ കരംദാസ് ഗ്രാമത്തിൽ 1857 ഒക്ടോബർ 31 ജാവർഭായ് പട്ടേലിൻ്റെയും ലൊഡ്ഭായിയുടെയും 6 മക്കളിൽ 4-മനായി ജനിച്ചു. വല്ലഭായിയുടെ നേരെ മൂത്ത സഹോദരനായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാവായി മാറിയ വിതൽഭായ് പട്ടേൽ. 1857 കലാപകാലത്ത് ഝാൻസി റാണിയുടെ സൈനികനായി പോരാടി കടുത്ത യാതനകൾ അനുഭവിച്ച മനുഷ്യനായിരുന്നു ജാവർഭായ് പട്ടേൽ. വല്ലഭായ് സ്വന്തം ഗ്രാമത്തിനടുത്ത പെട്ലാബ് എന്ന സ്ഥലത്ത് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം നാഡിയാഡ് ഹൈസ്കൂളിൽ ചേർന്നു. 16-ാം വയസ്സിൽ സാവർഭായിയെ വിവാഹം കഴിച്ചു. 1900 ലീഡർഷിപ്പ് പരീക്ഷ പാസ്സായി അഭിഭാഷക വൃത്തി ആരംഭിച്ചു. 1932 പോയി. 19 കിലോമീറ്റർ നടന്നാതെ വല്ലഭായ് നേടി. 1913 വല്ലഭായ് പട്ടേലിന്റെ ജഗതി തിരുത്തെഴുതി 1928 ബർദോളി സമരത്തിൽ പ്രശസ്തിയും സർദാന വീക്ഷണം നൽകിയത് ഗാന്ധിജി ആയിരുന്നു. നിരവധി തവണ ജയിൽവാസമനുഷ്ഠിച്ചു. 1931 പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. സ്വതന്ത്ര ഭാരത ആദ്യ സഭയിൽ പ്രധാനമന്ത്രിയായി. ആഭ്യന്തര വകുപ്പ് ചെയ്ത നിരവധി നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. ജർമ്മനിയുടെ ഏകീകരണത്തിൽ ബിസ്മാർക്കിനുമായ പങ്കാണ് പട്ടേൽ നിർവഹിച്ചത്. ആധുനിക ഇന്ത്യ സംഘടിക്കാൻ സർവ്വതായോഗ്യനായ സർദാർ വല്ലഭായ് പട്ടേൽ 1920 ഡിസംബർ 15 കാവ്യനികയ്ക്കുള്ളിൽ മറഞ്ഞു.